എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ടും ഇത് എന്തൊക്കെയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരു 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് വേറൊരാളാകാൻ പോവാണ് എന്നൊക്കെയുള്ള ചിന്തയൊക്കെ വരുമ്പോ പിന്നെ പ്രഷർ കൂടുന്നു. ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇത് മുഴുവനും ബേബിയുടെ അമ്മയുടെയും ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതങ്ങനെ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇതും ഒരു മെറ്റേണിറ്റി ഡ്രസ്സാണ്. ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിങ്ങനെ പുറത്ത് വെച്ചേക്കായിരുന്നു. എടുത്തേക്കല്ലേ എന്തായാലും പോലെ ഞാൻ വിചാരിച്ചു ഒരുപാടൊക്കെ എടുത്ത് നമ്മള് എന്താ ഭയങ്കര ആഡംബരമാകുമോ, അത്രയെണ്ണം വേണ്ടല്ലോ, ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അല്ലേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുള്ളൂ, അത്രയും വേണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതുകൂടെ വെച്ചേക്കാം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ച് ഞാൻ ഇതുകൂടെ വെക്കാൻ തീരുമാനിച്ചു. ഇനി ഇതൊരു പ്രത്യേകതര സാധനമാണ് ഗൈസ്. അതായത് നമ്മള് ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ വിവരം കൂടുമ്പോ നമ്മൾ വാങ്ങിക്കുന്ന ചില അനാവശ്യ സാധനങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണിത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സിൽവർ നഴ്സിംഗ് കപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഒരുപാട് അമ്മമാര് ഞാൻ ഈ ഇൻസ്റ്റഗ്രാം റീല് കുറച്ചധികം കണ്ടിരുന്നു. അപ്പൊ ഒരുപാട് അമ്മമാര് പറഞ്ഞു ഈ നിപ്പിൾ ക്രാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും, അപ്പൊ ഈ സിൽവർ കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഒക്കെ പെട്ടെന്ന് പോകുമെന്ന്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ, ഞാൻ സംസാരിക്കാൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നാളെ കൊണ്ട് ഇതെല്ലാം മാറുകയാണ്, നാളെ കൊണ്ട് ഒരു പുതിയ ഞാൻ ഉണ്ടാവുകയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരേ സമയം ടെൻഷൻ, ഒരേ സമയം എക്സൈറ്റ്മെന്റ്, ഒരേ സമയം ഹാപ്പിനെസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇതും വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുമെന്നൊന്നും എനിക്ക് അറിയില്ല. ഈ ഒരു സാധനത്തിന് 4000 രൂപയായി. ഇത് വേണ്ടിയിരുന്നതാണോ എന്നറിയില്ല. എന്റെ അമ്മയൊക്കെ എന്നോട് ചോദിച്ചു എന്തൊക്കെ അഹങ്കാര കാണിക്കുന്നതെന്ന്. ഇതിന്റെയൊക്കെ എന്താ ആവശ്യം മോളെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. ഒരു ഫസ്റ്റ് ടൈം മദർ ആവുന്നതിന്റെ പ്രശ്നങ്ങളായിരിക്കാം, അറിയില്ല.